ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് ന്യൂട്രീഷൻ്റെ പ്രാക്ടിക്കൽ ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടിയും പിന്നെ മസാല ബ്രിഞ്ചാൾ കറിയായിരുന്നു. ഇതൊരു ആവറേജ് അഡൽട്ട് ഗ്രൂപ്പിനുള്ളതായിരുന്നു. ഇത് ന്യൂട്രീഷൻ വെച്ച് നോക്കുമ്പോൾ തെറാപ്യൂട്ടിക്കാണ് ചെയ്യേണ്ടത്. ഇത് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒരു ആവറേജ് ആൾക്കാർക്ക് പറ്റിയ ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ഇനി 2 പ്രാക്ടിക്കലിനാണ് ഞങ്ങൾക്കിനി അടുത്തത് വരാൻ പോകുന്നത്. തെറാപ്യൂട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ളത് നെക്സ്റ്റ് പ്രാക്ടിക്കലിൽ മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു ഗ്രൂപ്പിൽ 2ആയിട്ട് ഡിവൈഡായി. എന്നിട്ട് ഒരു ടീം ബ്രിഞ്ചാൾ കറിയും മറ്റേ ടീം ചപ്പാത്തിയും. അതിൽ ചപ്പാത്തിയിലായിരുന്നു ഞാൻ. പക്ഷേ ആളങ്കം കൂടുതലായതുകൊണ്ട് ഞാനവിടെ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. എന്നെക്കൊണ്ട് അവരൊരു പണിയും ചെയ്യിപ്പിച്ചില്ല. പിന്നെ ഞാൻ ചെയ്യണമെന്നും പറഞ്ഞില്ല, വെറുതെ എന്തിനാ പണിയാക്കുന്നത്. സോ അവർ ഒരു സൈഡിൽ മസാല ബ്രിഞ്ചാൾ കറിയുടെ അടുത്തായിരുന്നു ഞാൻ എപ്പോഴും എങ്ങനെയാണ് അവരുണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊന്ന് പോയി വരുമ്പോഴത്തേക്ക് ഇവർ പാദ്യം ചെയ്ത് കഴിയും. അതുകൊണ്ട് ചപ്പാത്തിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഹാഫേ എടുത്തിട്ടുള്ളൂ. പിന്നെ അവരാണെങ്കിൽ മസാല ബ്രിഞ്ചാൾ കറിക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും അവർ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ടായിരുന്നേ. വറുത്താണ് ഇവർ എല്ലാം ചെയ്യുന്നത്. കുറച്ച് ഓയിലും പിന്നെ അതെല്ലാം നല്ല വൃത്തിക്ക് വറക്കും. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറക്കും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുമായിരുന്നു ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെ ഒരു ബ്രൗൺ സ്ലോ ഫ്ലെയിമിൽ ഇട്ട് ഇവർ ഒരു അരമണിക്കൂർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിക്കിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയി വെജിറ്റബിൾസ് അരിയുന്നവരുടെ അടുത്ത് പോയി. അവരെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞങ്ങളുടെ മിസ്സും വന്നിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരിവിടെ ഇത് കുഴച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഗൈസ്. പിന്നെ ഞങ്ങൾ മിക്സി എടുക്കാൻ പോയി വർക്കിംഗ് ആണെന്നൊക്കെ നോക്കി. സെറ്റായിട്ട് വർക്കാണ്. പിന്നെ ജാറെടുത്തു, മീഡിയം ഒരു ജാറൊക്കെ എടുത്തു. നേരെ വന്നു. അപ്പോഴത്തേക്ക് ഇവരിവിടെ ഈ പരിപാടിയാണ്. ഞാൻ വെറുതെ ഗ്ലൗസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നേ. പിന്നെ ജാറൊക്കെ കഴുകി കൊണ്ടു കൊടുത്തേ. ആ ഒരു പണി മാത്രം ഞാൻ ചെയ്തു. പിന്നെ സവാള ഒരു ബ്രൗൺ കളർ വരെ ഇവിടെ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നേ. പിന്നെ പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, മല്ലിയില ഇട്ടു. അതെല്ലാം ഇവർ ജാറിലിട്ട് അടിച്ചെടുത്തു. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇവർ ഈ വറുത്ത സാധനങ്ങളെല്ലാം അരച്ചെടുത്തു. അപ്പോഴത്തേക്കും ഇവിടെ സ്പീഡപ്പായി. ചപ്പാത്തിയൊക്കെ പാതിയായി. ഞാൻ പിന്നെ ചിക്കൻ ഉണ്ടാക്കുന്നിടത്തും പഴംപൊരി ഉണ്ടാക്കുന്നിടത്തും എല്ലാം പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവരിവിടെ ചപ്പാത്തി ഒരു 20 എണ്ണമെങ്കിലും ആയി. കറി ഒരു പരുവൊക്കെ ആയി. അരയ്ക്കാനുള്ള സംഭവങ്ങളും എല്ലാം എടുത്തു. സെപ്പറേറ്റായിരുന്നു ഇവർ അരച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒന്ന് നട്ട്സൊക്കെ അരച്ചു. അത് കഴിഞ്ഞിട്ടാണ് ലീഫിയൊക്കെ ഇട്ട് അരച്ചത്. ആ പേസ്റ്റൊക്കെ എടുത്ത് അരച്ച് മാറ്റി വെച്ചു. പിന്നെ ഞാനതെടുത്ത് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഒരു സെറ്റ് ആൾക്കാർ പുളിവെള്ളം ഉണ്ടാക്കി അത് ഇതിനകത്ത് ഒഴിക്കാനുള്ളതെന്ന് പറഞ്ഞു. പിന്നെ മിസ്സും കൂടെ ചേർന്നാണ് ചിക്കനും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏത്തക്ക അല്ലാത്ത ഉപ്പേരിയും ഏത്തക്ക അപ്പവുമാണ് ഇവിടെ കാണുന്നത്. ഞാൻ എല്ലാവരുടെയും ഗ്രൂപ്പിൽ പോയി കാണുന്നുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ഫ്രണ്ട് മൾട്ടി ടാസ്ക് ഉള്ളതുകൊണ്ട് ഒരേ സമയം 2 ചപ്പാത്തി വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഫ്രൂട്ട് സലാഡ് ടീംസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. അവരിങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഞാനിടയ്ക്ക് പറക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ കാണാതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കറിയുടെ അവിടെ തന്നെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ എല്ലാവരും ചെയ്യുന്നതൊക്കെ നോക്കി. ഇവർ ഈ ബ്രിഞ്ചാൾ ഇങ്ങനെയാണ് ഇടുന്നത്, തണ്ടോടുകൂടെ. എന്നിട്ട് മസാലയൊക്കെ തേച്ച് അതരിഞ്ഞ് ഇതിങ്ങനെ വറക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഇവർ വേവിക്കും. അങ്ങനെയാണ് ഇവർ ചെയ്യാറ്. പിന്നെ മിസ്സും കൂടെ വന്നിട്ടാണ് എണ്ണയൊക്കെ ഒഴിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ബ്രിഞ്ചാൾ കുറേ എണ്ണയിൽ കണ്ടില്ല, അത് ഫുൾ എണ്ണയാണ്. ഈ എണ്ണയ്ക്കകത്താണ് ഇവരിത് കറി വെക്കുന്നത്. ഇവിടെ മെസ്സിൽ ഇത് കിട്ടാറുണ്ട്. ഞാനിത് കഴിക്കാറില്ല, ബ്ലാക്ക് ടേസ്റ്റാണ്. വഴുതനങ്ങ എനിക്കിഷ്ടമല്ല. പിന്നെ ഇതൊരു സെറ്റ് പരുവൊക്കെ അപ്പോഴാണ് അരച്ച് വെച്ച ഗ്രേവി ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ ചപ്പാത്തിയൊക്കെ ഒരുമാതിരി ഒരു അറൗണ്ട് 10 എണ്ണമൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് മസാലയൊക്കെ റെഡിയാക്കി. ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ടു. മസാലയൊക്കെ ഇട്ടു. പിന്നെ ബാലൻസ് വെള്ളവും കൂടി ചേർത്തു. പിന്നെ ലാസ്റ്റാണ് ഈ പുളിവെള്ളം കഴുകി വെച്ചത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ പ്ലേറ്റിങ്ങിനുള്ള കാര്യങ്ങളും ഫ്രൂട്ട് സലാഡിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങളുടെ അപ്പോഴത്തേക്ക് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള ഇത് ബിസല്ലാബാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതാണ് ഞങ്ങളുടെ പ്ലേറ്റിങ്. പിന്നെ 4 പ്ലേറ്റ് ചപ്പാത്തി ആയിരുന്നു പ്ലേറ്റിങ്ങിനായിട്ട് വെക്കേണ്ടത്, മിസ്സുമാരൊക്കെ വരുമ്പോൾ കാണിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതാണ് കേരളയുടെ ടീം. ഇവിടെയാണെന്ന് ഞാൻ എപ്പോഴും പഴംപൊരി അവിടെ പഴം വേറെ ആണെങ്കിൽ പഴംപൊരി സീനല്ലേ. പിന്നെ ഞങ്ങൾ അറേഞ്ചൊക്കെ ചെയ്തു വെച്ചു. ആ ഡിസൈൻ പോലെ ഞാനല്ല ചെയ്ത കേട്ടോ, ഞാൻ ഈ വീഡിയോ എടുക്കുക മാത്രമുള്ളായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങളുടെ മെനു കാർഡിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു കേരളയുടെ ഫുൾ തീം. അവർ താഴെ കേരള എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ബാനറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫുള്ളായിട്ട് വീഡിയോയ്ക്ക് ഇട്ടിട്ടില്ല. പിന്നെ ഇതാണ് ബിസല്ലാബാത്തിൻ്റെ
ഇത് ഇവർക്കാണ് 5 മാർക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഇതാ കണ്ടില്ലേ, ഇത് ഞാൻ ചെയ്തതാണ് ഗൈസ്. ഞങ്ങൾക്ക് 4.5 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം ഞങ്ങൾ ചെയ്തതാണ്. പിന്നെ ഇതാണ് ചിക്കൻ കറി ആൻഡ് ബസാര റൈസ്, അങ്ങനെ എന്തോ ഒരു റൈസും, ബകാറ റൈസ്, അതന്നെ. പിന്നെ ലാസ്റ്റ് ഉണ്ടില്ലേ, ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് എല്ലാവരും കൂടെ കഴിക്കാനുള്ള അടിയും പിടിയാണ്. ഇങ്ങനെ പോയി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഈ ന്യൂട്രീഷൻ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.